2020-21 അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഈ വർഷം ഏതാണ്ട് ആഗസ്റ്റ് മാസമാകുന്നതിന് മുൻപേ തന്നെ ഒന്നാം വർഷ ബിരുദ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഒന്നാം വർഷ ബിരുദ ക്ലാസ്സുകളിൽ പ്രവേശനം നേടുന്നവർക്ക് ഉപഭാഷയായി സ്വീകരിക്കാവുന്ന ഏറ്റവും സ്വീകാര്യമായ ആ ഒരു ലാംഗ്വേജ് നമ്മുടെ മാതൃഭാഷ തന്നെ ഭാഷ. റഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷയും നമ്മുടെ ഔദ്യോഗിക ഭാഷയായ ഹിന്ദി, സംസ്കൃതവും ഒക്കെ എടുക്കുന്നവരുണ്ട്. അവർ അതൊക്കെ എടുക്കുന്നത് ചില പ്രത്യേക ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാവാം. മാർക്ക് കൂടുതൽ വാങ്ങുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ധാരണയും ആ രീതിയിലുള്ള ഒരു പരമ്പരാഗതമായ രീതിയുമൊക്കെ മാറിയിരിക്കുന്നു. ഇന്ന് കൃത്യമായ ഉത്തര സൂചികയുടെ അടിസ്ഥാനത്തിൽ മൂല്യനിർണ്ണയം നടക്കുന്നതിനാൽ പരീക്ഷകളിലൊന്നും ഒരിക്കലും അർഹമായ മാർക്ക് അർഹതയുള്ളവർക്ക് കിട്ടാതെ പോകാറില്ല. അതുകൊണ്ട് തന്നെ മാതൃഭാഷയ്ക്കും അർഹമായ രീതിയിലുള്ള മാർക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് 80-75 മാർക്ക് നേടുന്നവരുടെ എണ്ണം മലയാളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഉപഭാഷയായി എടുക്കുന്നത് ഐച്ഛികമായി എടുക്കുന്ന വിദ്യാർത്ഥികൾ പലരുമുണ്ട്. പക്ഷേ ഐച്ഛികമായി എടുക്കുന്നതിൽ ഒരു ചെറിയ വിഭാഗം മറ്റ് വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കാത്തതിനാൽ വരുന്നത്. എന്നാൽ ഒരു വലിയ വിഭാഗം ഭാഷാ സാഹിത്യങ്ങൾ പഠിക്കണമെന്നുള്ള കൗതുകത്തോടെ, ആഗ്രഹത്തോടെ, ആത്മാർത്ഥതയുമായി പ്രവേശനം നേടുന്നവരുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നെ മലയാളം വെച്ച് പ്രവേശനം നേടുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഉപഭാഷ എടുത്ത് പഠിക്കുന്ന, മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ആമുഖ ക്ലാസ് ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും മലയാളം ഹയർ സെക്കൻഡറി തലം വരെ ചിലപ്പോൾ ഉപഭാഷയായിട്ട് പഠിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരാം. ഏതായാലും മലയാളം ഉപഭാഷയായി എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന് ജീവിതത്തിൽ മികച്ച ഒരു മാതൃഭാഷാ അവബോധം ലഭ്യമാക്കുവാനായിട്ടുള്ള വേദി ആയിട്ട് ഈ പഠനരംഗം മാറും എന്നതിന് സംശയമില്ല. എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുള്ളത് കോമേഴ്സ്, മാത്സ്, ബോട്ടണി, സുവോളജി തുടങ്ങിയ പല ശാസ്ത്ര വിഷയങ്ങളിൽ, അതുപോലെ തന്നെ ഹിസ്റ്ററി, സോഷ്യോളജി തുടങ്ങിയ മാനവിക വിഷയങ്ങളിലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പലരും സാഹിത്യപരമായിട്ടും കലാപരമായിട്ടും ഒട്ടേറെ കഴിവുകൾ പുലർത്തിക്കാണും. ആ കഴിവുകളെല്ലാം അവർക്ക് എങ്ങനെയാണ് സിദ്ധിച്ചത്? കുറേയൊക്കെ ജന്മസിദ്ധമായിട്ടുള്ളതും കുറേയൊക്കെ സ്വയാർജിതമായിട്ടുള്ളതുമാണ്. സ്വന്തമായി ആർജിക്കുമ്പോൾ അത് വായനകളിലൂടെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കലിലൂടെയും ഗുരുമുഖങ്ങളിൽ നിന്നും ഒക്കെ ആർജിക്കുന്നതാണ്. പരിശീലനത്തിലൂടെയാണ് അതിൻ്റെ പരമകാഷ്ഠയെ പ്രാപിക്കുന്നത്, അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തുന്നത്. അത്തരത്തിലുള്ള വിശദമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവർ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അവർ പഠിക്കുന്ന വിഷയം മറ്റൊന്നാണെങ്കിലും കലാസാഹിത്യ രംഗങ്ങളിൽ കഴിവ് തെളിയിക്കുവാൻ ആ വിഷയങ്ങളെടുത്ത് പഠിക്കുന്നവർക്ക് പോലും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഭാവനയുടെയും ചിന്തയുടെയും അതുപോലെ തന്നെ കലാപരമായ അഭിരുചികളുടെയും ഒക്കെ ചിറകുളർത്തി പറക്കുവാനുള്ള ശക്തി നൽകുവാൻ മാതൃഭാഷാ പഠനം ഉപകരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത്ര ലാഘവത്തോടു കൂടി നമ്മൾ ആ ഭാഷാ പഠനത്തെ കാണരുത്.
ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ശക്തി സ്രോതസ്സുകൾ എവിടെയാണ് കിടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭാഷയില്ലാതിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഭാഷയുണ്ടായിരുന്ന കാലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള സന്ദേഹങ്ങൾ നിരവധിയാണ്. അന്ന് അംഗവിക്ഷേപങ്ങളിലൂടെയും ചില പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുമാണ് മനുഷ്യൻ ആശയത്തെ വിനിമയം ചെയ്തിരുന്നത്. കാലങ്ങൾക്ക് ശേഷമാണ് തൻ്റെ വികാരങ്ങളും ചിന്തകളും പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾക്ക് നിയതമായ അർത്ഥം കൽപ്പിക്കുകയും ആ അർത്ഥകൽപ്പനയിൽ നിന്നും പുതിയ രീതിയിലുള്ള ഒരു ഉച്ചാരണ സമ്പ്രദായം ഓരോരോ ഗോത്രങ്ങളുടെ ഇടയിലും രൂപം കൊള്ളുകയും അങ്ങനെ ഓരോ ഗോത്രത്തിലും വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഓരോരോ വസ്തുവിനെയും വ്യക്തിയെയും കുറിക്കുവാനായി രൂപപ്പെടുകയും അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാഷകൾ ഉണ്ടാവുകയും ചെയ്തു. പിൽക്കാലത്ത് ആ ഭാഷകളെല്ലാം അവയുടെ സമാനതകളുടെയും വ്യത്യസ്തതകളുടെയും അടിസ്ഥാനത്തിൽ വിഭിന്ന ഗോത്രങ്ങൾ ഉൾപ്പെടുകയും ചെയ്തു. അതാണ് ഭാഷയുടെ ചരിത്രം. അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടത് ഭാഷ പ്രധാന വിഷയമായി എടുക്കുന്ന ബിരുദ വിദ്യാർത്ഥികളാണ്. എന്നാൽ നമ്മുടെ ഉപഭാഷ എടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യും വിധത്തിലാണ് കേരള സർവകലാശാലയുടെ സിലബസിൽ രൂപകൽപ്പന നടന്നിരിക്കുന്നത്. കവിത എന്ന ഭാഗമാണ് അവർക്ക് ആദ്യമേ നൽകുന്നത്. പക്ഷേ നമ്മുടെ കാവ്യ പാരമ്പര്യത്തിൻ്റെ ഒരു ആധുനികത തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടാണ്, മുൻപുള്ള കവിത മുതലാണ് പഠിക്കാൻ വെച്ചിട്ടുള്ളത് എന്നതാണ്. അതായത് ചെറുശ്ശേരി എഴുത്തച്ഛൻ കാലയളവ്, ആ കാലം മുതൽ ആധുനിക എഴുത്തുകാർ പി രാമേന്ദ്രനാകട്ടെ, റഫീഖ് അഹമ്മദ് ആകട്ടെ, റോസ്ബേരി ആകട്ടെ, ഇവരുടെ എല്ലാം കാലയളവിൽ ഉള്ള കവിതകൾ ഉൾപ്പെടെ അതിൻ്റെ എല്ലാം ആ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചില കവിതകൾ, ചില കാവ്യഭാഗങ്ങൾ, ദീർഘമായ വലിയ കാവ്യങ്ങളുടെ ചില ഭാഗങ്ങൾ, ചില കവിതകൾ, അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു 15-16 കവിതകളുടെ ഒരു കൂട്ടമാണ് നമുക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അത് കേവലം ഒരു ടെക്സ്റ്റ് മാത്രമാണ്. നമ്മൾ പലപ്പോഴും 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവരാകരുത്. നമ്മുടെ ചിന്തകൾക്കും വായനകൾക്കും അതിരുകളില്ലാത്ത ഒരു ലോകത്തെ സ്വന്തമാക്കുവാൻ കഴിയും. നമ്മളൊരു കൃതി വായിക്കുമ്പോൾ, ഒരു സാഹിത്യകൃതി വായിക്കുമ്പോൾ, ആ സാഹിത്യകൃതി വായിച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സാംസ്കാരികമായിട്ടുള്ള ഒരു ഔന്നത്യം, നമ്മുടെ മനസ്സ് കൈവരിക്കുന്ന ഒരു സാംസ്കാരികമായ ഒരു ഉന്നതിയെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ അന്ന് വരെയുള്ള മനസ്സിൻ്റെ സംസ്കാരത്തിന് അല്പമെങ്കിലും വ്യതിയാനമുണ്ടാക്കി അതിനെ ഒന്ന് സംസ്കരിച്ച് ശുദ്ധീകരിച്ച് പവിത്രീകരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സാഹിത്യകൃതി വായിച്ചതുകൊണ്ട് നമ്മളും ആ കൃതിയും ധന്യമായി എന്ന് വേണം കരുതാൻ. എങ്ങനെയാണ് ഒരു കൃതി നമ്മളെ സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ് കവിത ഉണ്ടാകുന്നത്? ഞാൻ സാധാരണ മലയാള കവിത എന്ന പേപ്പർ പഠിപ്പിച്ചു തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് കവിതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ക്ലാസ് ആരംഭിക്കാറുള്ളത്. കവിത എന്നാൽ എന്ത്? അതിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്. പിന്നെ വളരെ തീവ്രമായ വികാരങ്ങളുടെ കവിഞ്ഞൊഴുക്കലാണെന്നുള്ള പാശ്ചാത്യ സങ്കല്പത്തിലുള്ള വേഡ്സ്വർത്തിൻ്റേതുൾപ്പെടെയുള്ള നിർവചനങ്ങൾ, ശബ്ദവും അർത്ഥവും ഉചിതമായിട്ട് ചേർന്നിരിക്കുന്നതിന് ഉദ്ഭൂതമാകുന്നതാണെന്ന അർത്ഥത്തിലുള്ള പൗരസ്ത്യ ചിന്തകന്മാരുടെയും ഭാരതീയ ആചാര്യന്മാരുടെയും സങ്കല്പങ്ങളുമൊക്കെ ധാരാളമായിട്ടുണ്ട്. അതും പ്രധാനമായിട്ട് മലയാള ഭാഷാ സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ടെങ്കിൽ പോലും ഉപഭാഷയായിട്ട് മലയാളം എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 4ാം സെമസ്റ്ററിൽ അത്തരം ആശയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും കാണാം. സാഹിത്യത്തിൻ്റെയും സാഹിത്യ വിമർശനത്തിൻ്റെയും സാഹിത്യ സിദ്ധാന്തങ്ങളുടെയും വ്യാകരണ കാര്യങ്ങളുടെയും സാമാന്യമായിട്ടുള്ള ഒരു അവബോധത്തിനുള്ള അവസരമൊരുക്കും വിധത്തിലാണ് 4 സെമസ്റ്ററുകളിലായി നീണ്ടു കിടക്കുന്ന BA-BSc ഉപഭാഷ സിലബസ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. കാവ്യമാലിക എന്നാണ് പുസ്തകത്തിൻ്റെ പേരെങ്കിലും നമ്മൾ
ആ പാഠപുസ്തകത്തെ ഒരു ഉപാധിയാക്കി നിർത്തിക്കൊണ്ട് ആ പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങൾ നമ്മൾ ഡീറ്റെയിലായിട്ട് വളരെ വിശദമായിട്ട് മനസ്സിലാക്കുന്നതിലുപരിയായി ആ പാഠഭാഗങ്ങൾ ആരുടെ രചനകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ വ്യക്തികളുടെ മറ്റ് രചനകൾ എടുത്ത് വായിക്കുവാനും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഓരോ കവിയുടെയും കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റ് കവികളുടെ കവിതകൾ വായിക്കുവാനും തയ്യാറാകണം. അങ്ങനെ നമ്മൾ വിശാലമായ വായനയുടെ ലോകത്തിലേക്ക് കടന്നാൽ മാത്രമേ പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുവാനുള്ള ത്രാണി നമുക്കുണ്ടാവുകയുള്ളൂ. എന്താണ് കവിത എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളെല്ലാം പലവിധത്തിലുള്ള ഉത്തരങ്ങൾ പറയാറുണ്ട്. ഇഷ്ടപ്പെട്ട കവി ആരാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കവി ആരാണ്? ഇതെൻ്റെ മറ്റൊരു ചോദ്യമാണ് ക്ലാസ് റൂമുകളിൽ. അപ്പോൾ കുട്ടികൾ പല അഭിപ്രായങ്ങൾ പറയുന്നു. അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ ആ കവിയെക്കുറിച്ചും മറ്റുള്ളവയെക്കുറിച്ചും വിശദീകരിക്കാറുണ്ട്. നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അതിനുള്ള സാധ്യതയില്ലാത്തത് കൊണ്ടാണ് പൊതുവിൽ പറഞ്ഞു പോകുന്നത്. ഒരിക്കൽ ക്ലാസ് റൂമിൽ ഇങ്ങനെ ചോദിച്ച സന്ദർഭത്തിൽ ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, കവിത ഇഷ്ടമാണോ? ഇഷ്ടമല്ല സാർ. പെട്ടെന്ന് ഞാനൊരു നിമിഷം ഒന്നും തളിച്ചു. കവിത ഇഷ്ടമില്ല, പിന്നെ എങ്ങനെയാ ഉപഭാഷയായിട്ട് മലയാളം എടുക്കാൻ തീരുമാനിച്ചത്? മലയാളം പഠിക്കാൻ എളുപ്പമാണെന്നുള്ളതുകൊണ്ടാണ്. മലയാളം പഠിക്കാൻ എളുപ്പമാണ് എങ്കിൽ കവിത പഠിക്കാൻ എളുപ്പമല്ലേ? അറിഞ്ഞൂടാ സാർ. അപ്പോൾ ഇങ്ങനെയുള്ള വിലക്ഷണമായിട്ടുള്ള ഉത്തരങ്ങൾ അപൂർവമായിട്ട് കിട്ടാറുണ്ട്. അതവരുടെ തെറ്റല്ല. അവരന്ന് വരെ ശീലിച്ചു വന്ന ശീലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഹ്വലതയിൽ നിന്നും ഒരു ചകിത ഭാവത്തിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന മറുപടിയായിട്ട് വേണം അതിനെ കാണുവാൻ. അതൊരു പക്ഷേ അവർ അതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അതങ്ങ് മാറും. എന്താണ് കവിത മക്കളെ എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്നതൊക്കെയാണെന്നുള്ള ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. ഗാനാത്മകമായി എഴുതുന്നതെല്ലാം കവിതയല്ല, എന്നാൽ കാവ്യാത്മകമായി എഴുതുന്നതെല്ലാം ഗാനവുമല്ല. എന്നാൽ കാവ്യാത്മകമായി ഗാനം എഴുതാൻ കഴിയുകയും ചെയ്യും. അതൊക്കെ നമ്മുടെ കവികൾ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കവിത ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കേണ്ടതായിട്ട് വരും. പാശ്ചാത്യ പാരമ്പര്യമല്ല, പൗരസ്ത്യ പാരമ്പര്യത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ കാളിദാസ കവീന്ദ്രന്മാരുടെ കഥ പറയേണ്ടതായി വരും. അതൊക്കെ പറയാറുണ്ട്. ഒരു അറിവും ഇല്ലാതിരുന്ന മണ്ടനായ ഒരു വ്യക്തി എങ്ങനെയാണ് പരിവർത്തിക്കപ്പെട്ടത്? കാലങ്ങളുടെ ദിവസങ്ങളുടെ പിന്നെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അവൻ്റെ ഉള്ളിലുണ്ടായ പരിവർത്തനം, ദൈവീകമായ അനുഗ്രഹം, വാഗ്ദേവതയുടെ കടാക്ഷം, പിന്നെ അതുപോലെ തന്നെ കാളിദാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വാഗർദ്ധാവിവ സംപൃക്തവും വാഗർത്ത പ്രതിപത്തയെ ജഗതപ്പിതരോ വന്ദേ പാർവതിയെയും പരമശിവനെയും സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും വാക്കും അർത്ഥവും തമ്മിൽ ചേർന്നിരിക്കുന്ന ഒരു അർത്ഥനാരീശ്വര സങ്കല്പമാണല്ലോ. ചേർന്നിരിക്കുന്നത് പോലെ ചേർന്നിരിക്കുന്നു, ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പദം, നമ്മളൊരു പദം പറയുന്നു, മരമെന്ന് പറഞ്ഞൊരു പദം പറഞ്ഞു കഴിഞ്ഞാൽ ആ മരമെന്ന പദം പറയുമ്പോൾ തന്നെ നമുക്ക് മരം എന്നുള്ള അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നു അല്ലേ? എന്നാൽ അതുപോലെയല്ല, അത് ഭാഷയിലെ നിത്യവ്യവഹാരത്തിൽ വ്യവഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു. അപ്പം മരം എന്ന പദം ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചാരണ ശബ്ദത്തിന് ആ മരം എന്ന് പറയുന്ന അർത്ഥം ചിത്രരൂപത്തിൽ നമ്മുടെ മനസ്സിൽ തെളിയുന്നു. അതാണ് ഭാഷ കാലങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത ഒരു ശക്തി എന്ന് പറയുന്നത്. സ്ഫോടവാദം, ഭർതൃഹരിയുടെ സ്ഫോടവാദവുമൊക്കെ നമുക്ക് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ലെങ്കിലും അർത്ഥത്തിന് പലപ്പോഴും പദത്തിന് പലപ്പോഴും പല തരത്തിലുള്ള അർത്ഥത്തെ നിവേദനം ചെയ്യാൻ കഴിയും. നമ്മൾ ചില ശബ്ദങ്ങൾ കൊണ്ട് മാത്രം വലിയ അർത്ഥങ്ങൾ നമുക്ക് വിനിമയം ചെയ്യാൻ കഴിയും. ചില അംഗവിക്ഷേപങ്ങൾ കൊണ്ട് മാത്രം ചില അർത്ഥങ്ങൾ നമുക്ക് വിനിമയം ചെയ്യാൻ കഴിയും. ഒരേ ശബ്ദത്തിന് തന്നെ പല അർത്ഥങ്ങൾ ചിലപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ഭാഷയുടെ പ്രയോഗത്തിന് വൈവിധ്യങ്ങളുണ്ട്. എന്നാൽ കവിതയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല.
സന്തതം മിഹിരനാത്മശോഭയും സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും ചന്തമാർന്നരുളി നിൽക്കുമോമലേ ഹന്തധന്യമിഹ നിൻ്റെ ജീവിതം. ആശാൻ്റെ രചനയിലെ കാണാം. അപ്പോൾ താൻ ആഗ്രഹിച്ച ആളിനെ സ്വന്തമാക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഭൂമിയിൽ തനിക്ക് ലഭ്യമാകുന്നതിന് ഉള്ള സംതൃപ്തി നമ്മൾ സ്വീകരിച്ച് കഴിയുകയുള്ളൂ. മിഹിരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ ആത്മശോഭ നൽകി നിൽക്കുകയാണ്. സന്തതം എല്ലായ്പ്പോഴും. സ്വന്തമാം മധു പൂവിൻ്റെ അവസ്ഥയാണ്. പുഷ്പം താമരയാകാം, മറ്റ് പുഷ്പങ്ങളാകാം. പകൽ സമയത്താണല്ലോ സൂര്യൻ വരുന്നത്. സൂര്യനെയും പുഷ്പത്തെയും, പ്രത്യേകിച്ച് താമര പോലുള്ള പുഷ്പങ്ങളെയും ഒക്കെ കാമുക ഭാവത്തിൽ സങ്കല്പിച്ചിട്ടുള്ള കാവ്യപാരമ്പര്യം പണ്ട് മുതലേ ഉള്ളതാണ്. അത് സാന്ദർഭികമായിട്ട് ഞാൻ പ്രയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? സൂര്യന് തൻ്റെ ആത്മശോഭയെ നൽകുന്നു. സന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമാം മധു, തൻ്റെ ഉള്ളിലുള്ള മധു തന്നെ കൊതിച്ചെത്തുന്ന വണ്ടിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ സൂര്യൻ്റെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തിയും സൂര്യൻ്റെ അടുത്തെത്താതെ തന്നെ തൃപ്തിപ്പെടുത്തിയും എന്നാൽ തന്നെ മോഹിച്ച് തൻ്റെ അടുത്തെത്തുന്ന വണ്ടിനെയും പിന്നെ തൻ്റെ സമീപത്തുള്ള വണ്ടിനും വേണ്ടത് നൽകി. നിൻ്റെ ജീവിതം ഒരു വിഷമതകളും അല്ലെങ്കിൽ വ്യാകുലതകളുമില്ലാതെ ധന്യമായി തീർന്നിരിക്കുന്നുവല്ലോ. അതുപോലുള്ള ധന്യത സാധാരണക്കാർക്ക് ലഭ്യമല്ലല്ലോ. അപ്പോൾ ആ കാവ്യസന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു അർത്ഥസംവേദനത്തിലേക്ക് നമ്മളെ അനുവാചകനെ കൊണ്ടെത്തിക്കുവാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള എത്രയും കാവ്യസന്ദർഭങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉദാഹരണങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, എങ്കിൽ ക്ലാസ് മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോകും. കാരണം നമുക്ക് ക്രമാനുഗതമായിട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മൾ എന്താണ് കവിത എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ വഴിമാറി സഞ്ചരിക്കുക. ഞാൻ പലപ്പോഴും സംസാരിക്കുന്നതിനിടയിൽ ഈ നടന്നു പോകുന്ന വഴി മാറി മറ്റ് വഴികളിലൂടെ സഞ്ചരിക്കാറുണ്ട്. ഇവിടെ കൂടെ സഞ്ചരിച്ചാലും ഈ ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നത് പോലെ നമ്മൾ എത്തേണ്ടിടത്ത് എത്തിച്ചേരും. നമുക്ക് എവിടെ വഴി തെറ്റിപ്പോയാലും മറ്റു വഴികളിലൂടെയൊക്കെ തിരിച്ച് നമ്മൾ എത്തിച്ചേരുന്നത് പോലെ. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കവിത ഒരു വലിയ സ്വാധീന ശക്തിയായി മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സാഹിത്യമെന്ന് പറയുമ്പോൾ അതിൽ പ്രഥമഗണനീയമായിട്ട് ഏതൊരു ലോകത്തും ആദ്യം പരാമർശിക്കപ്പെടുന്നത് കവിതയെയും നാടകാദികളെയും ഒക്കെയാണ്. നാട്യശാസ്ത്രം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം വളരെ പണ്ട് കാലത്തേ ഉണ്ടായിട്ടുണ്ട്. അതിൽ നൃത്യം, നാട്യം എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. 6-7 അധ്യായങ്ങളിൽ രസഭാവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വേദഗ്രന്ഥമാണ്. വേദഗ്രന്ഥം പോലെ സാഹിത്യകുതുകികൾക്കും കലാകാരന്മാർക്കും രംഗത്ത് കലകൾ അവതരിപ്പിക്കുന്നവർക്കും എല്ലാം സ്വീകാര്യമായിട്ടുള്ള ഒന്നാണ്. പഞ്ചമവേദമെന്നുകൂടെ നാട്യശാസ്ത്രത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. 3ാം സെമസ്റ്ററിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ളത് ദൃശ്യകലയെക്കുറിച്ചാണ്, ദൃശ്യകലാ സാഹിത്യം. അപ്പോൾ അവർക്ക് കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ ആദ്യകാലത്തെ ആ കലാപാരമ്പര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ ആട്ടക്കഥകളിലൂടെ, നാടകത്തിലൂടെ, സിനിമയിലൂടെ ഒക്കെ കടന്നു പോകുന്നു. 3ാമത്തെ സെമസ്റ്ററിൽ അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1ാമത്തെ സെമസ്റ്ററിൽ ഉപഭാഷയായിട്ടെടുക്കുന്നവർക്ക് കവിത മാത്രമാണ് പഠിക്കുവാനുള്ളത്. അതും മലയാള കവിത എന്നാണ് പേപ്പറിൻ്റെ പേര്. അതിൽ 10-16 കവിതകൾ പഠിക്കുവാനായിട്ട് നമുക്ക് വച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ്റെ കവിതകൾ മുതൽ ഓരോരോ കാലഘട്ടങ്ങളുടെയും പ്രതിനിധികളായിട്ടുള്ള കവികളുടെയും കവിതകളാണ്. പക്ഷെ അതിലുപരിയായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ എന്താണ് കവിത? ശബ്ദവും അർത്ഥവും ഒരുപോലെ ചേർന്നിരിക്കുന്നതാണ് കവിത. തീവ്രമായ വികാരങ്ങളുടെ കവിഞ്ഞൊഴുകലാണ് കവിത എന്നൊക്കെ പല നിർവചനങ്ങളും ഉണ്ടായിട്ടുണ്ട്.
ഭാരതത്തിൽ കവിതയുടെ പാരമ്പര്യം അന്വേഷിച്ച് ചെല്ലുന്നവർ അഗ്നിപുരാണത്തിൽ ഉൾപ്പെടെ എത്തിച്ചേരാറുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഉഷിനസ് എന്ന കവിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആൾക്കാർ പരിചയിച്ചതും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള വസ്തുത മാ നിഷാദ പ്രതിഷ്ഠം ത്വമകമ സശ്രുതി സമ യത് ക്രൗഞ്ച മിഥുനാതീകം അവധി കാമമോഹിതം എന്ന വാക്യം തന്നെയാണ്. പരസ്പരം മോഹിച്ചിരിക്കുന്ന ദമ്പതികളെപ്പോലെ ഇരിക്കുന്ന ഇണക്കുരുവികൾ ആ ഇണപക്ഷികളിൽ ഒന്നിനെ വനവേടൻ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ട് വാൽമീകി മഹർഷിക്കുണ്ടായ മനോവേദനയാണ് ആദ്യമായിട്ട് കാവ്യരൂപത്തിൽ ഉത്ഭവിച്ചത് ഭാരതത്തിൽ എന്നാണ് സങ്കല്പം. അപ്പോൾ ശോകക ശ്ലോകത്വമാഗത എന്നൊരു തത്വം തന്നെ അതിൽ നിന്ന് നിർമ്മിച്ചിട്ടുണ്ട്. മനസ്സിൽ ദുഃഖം നിറയുമ്പോൾ അതറിയാതെ വരികളായി പുറത്തേക്ക് വരുന്നത് പിൽക്കാലത്ത് കവികളുടെ അനുഭവ സാക്ഷ്യമാണ്. അപ്പോൾ ഇണപക്ഷികളിൽ ഒന്ന് വീണ് പിടയുന്നതും അതിലൊരു പക്ഷിയെ അത് കണ്ട് തേങ്ങുന്നതും അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അറിയാതെ വിലപിച്ചു പോകുന്നതും താളാത്മകമായ രീതിയിലായത് സ്വാഭാവികമാണ്. പിൽക്കാലത്ത് രാമായണം രചിക്കുന്ന സമയത്ത് അദ്ദേഹം ആ താളമാണ് സ്വീകരിച്ചതെന്ന് കാണാം. രാമായണം മുഴുവനായിട്ട് പാരായണം ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാക്കും, അതിൻ്റെ സ്ഥായിയായിട്ടുള്ള രസം എന്താണ്. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടെങ്കിലും ആത്യന്തികമായിട്ട് രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ ഒരു വലിയ വിഷയമായതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. അത് രാവണായനമാണെന്നും സീതായനമാണെന്നും അങ്ങനെ പല അഭിപ്രായ ഭേദങ്ങളുമുണ്ട്. പല രാമായണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. രാമനെ ഒരു മാതൃകാ പുരുഷനായിട്ട് കൽപ്പിച്ചുകൊണ്ട് വാൽമീകി എഴുതിയ കൃതിയാണ് രാമായണം. അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു നല്ല മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഒരു നല്ല ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്ന് കാട്ടിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രചനയായിട്ടാണ് അതിനെ വാൽമീകി അവതരിപ്പിച്ചത്. പക്ഷേ പിൽക്കാലത്തുള്ള കബീറാകട്ടെ തുളസീദാസാകട്ടെ മറ്റുള്ളവരാകട്ടെ ആരായാലും രാമായണത്തെ അധികരിച്ച് എഴുതിയിട്ടുള്ളവയെല്ലാ കൃതികളും മറ്റുദ്ദേശങ്ങളിൽ ഭക്തി വർദ്ധിപ്പിക്കുക, യുദ്ധോദ്യുക്തരാക്കുക, ഇങ്ങനെ പല ഉദ്ദേശങ്ങളിൽ രാമായണത്തെ പല രീതിയിൽ മാറ്റിമറിച്ചെഴുതിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ചില പ്രദേശങ്ങളിലെ രാമായണങ്ങളിൽ രാമനെന്ന് പറയുന്നത് അവതാര പുരുഷനായി മാറുകയും ആ രീതിയിൽ വാഴ്ത്തപ്പെടുകയും പൗരാണിക സങ്കല്പത്തിന് അനുസരണമായ രീതിയിലുള്ള സ്തുതികൾ ഉൾപ്പെടെയുള്ളവ കൂട്ടിച്ചേർക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അത് ഓരോ കാലഘട്ടത്തിലെ ആ പ്രദേശങ്ങളിലെ അവസ്ഥകളുടെ പരിസ്ഫുരതയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണെന്ന് വേണം അനുമാനിക്കുവാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിണാമം നമ്മുടെ ആദികാവ്യമായ രാമായണത്തിനുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണും. ഓരോ കാലഘട്ടത്തിൻ്റേതാണ് ആ കാലഘട്ടത്തിൻ്റെ കവിത എന്ന് പറയുന്നത്. കാട്ടാളനായിരുന്ന രത്നാകരൻ വാൽമീകിയായി മാറിയ കഥ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിയോഗം ഉണ്ടായിരുന്നു. വാൽമീകി ആയതിനു ശേഷമാണ് അദ്ദേഹം ഈ കാഴ്ച കണ്ടപ്പോൾ, ഒരുപക്ഷെ കാട്ടാളനായിരുന്ന സമയത്താണ് അദ്ദേഹം ഈ കാഴ്ച കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെയൊരു ശോകം ദുഃഖം ഉണ്ടാവുകയായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം വാൽമീകി മഹർഷിയായി മാറിയതിന് ശേഷമാണ്, വാൽമീകത്തിനുള്ളിൽ നിന്നും പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇത്തരം ഒരു അനുഭവത്തിന് വിധേയനാകുന്നത്. പിൽക്കാലത്ത് രാമകഥ രചിക്കുവാൻ മാതൃകാ പുരുഷനും ഉത്തമ രാജാവുമൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയുടെ കഥ, അയോധ്യയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കഥ എഴുതുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതുതന്നെയാണ് അദ്ദേഹം നിർവഹിച്ചത്. അതിലൂടെ സീതയുടെയും രാവണൻ്റെയും കഥയാണ് പറയുന്നത്. അപ്പോൾ അത് രാമൻ്റെ മാത്രം കഥയല്ല. പിൽക്കാലത്ത് അതിന് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കവിത എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതാണ്. ഇണപ്പക്ഷികളിലൊന്ന് വനവേടൻ്റെ അമ്പേറ്റ് പിടഞ്ഞു വീണപ്പോഴുണ്ടായ ആ ശോകത്തിൽ നിന്നുമാണ് ആദ്യത്തെ ശ്ലോകമുണ്ടായത്. ശോക ശ്ലോകത്വമാകത്.
അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമാകട്ടെ, സങ്കടമാകട്ടെ, വിഹ്വലതകളാകട്ടെ, ചിന്തകളാകട്ടെ, ഇവയെല്ലാം ഭാവനയിൽ ചാലിച്ച് മൗലികമായ പ്രതിഭ ഉപയോഗിച്ച് എഴുതുമ്പോൾ അത് കവിതയായി മാറുന്നു. പ്രതിഭ, വ്യുൽപ്പത്തി, അഭ്യാസം ഇവയാണ് കവിതയ്ക്ക് അനുപേക്ഷണീയമായ ഘടകങ്ങൾ. പ്രതിഭയെന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായ പ്രതിഭയുമുണ്ട്, കർമ്മസിദ്ധമായ പ്രതിഭയുമുണ്ട്. പിന്നീടുള്ളത് വ്യുൽപ്പത്തിയാണ്. വ്യുൽപ്പത്തി എന്ന് പറഞ്ഞാൽ കാവ്യ, ശാസ്ത്ര, നാടകാദികൾ വായിച്ചുള്ള അറിവ്. നമ്മൾ ധ്യാനത്തിലൂടെയും ചിന്തയിലൂടെയും വായനയിലൂടെയും നേടുന്ന അറിവ്, അതാണ് വ്യുൽപ്പത്തി. പിന്നീട് അഭ്യാസം, നിരന്തരമായിട്ട് എഴുതിയുള്ള നിരന്തരമായ പരിശീലനം. അപ്പോൾ അങ്ങനെ ആ ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മികച്ച പ്രതിഭാശാലിയായ ഒരു കവിയായിട്ട്, എഴുത്തുകാരനായിട്ടൊക്കെ മാറുവാൻ സാധിക്കുകയുള്ളൂ. ചില ആധുനിക കാലത്തെ കവികൾ പോലും തങ്ങൾ പലതവണ വെട്ടിത്തിരുത്തി എഴുതിയാണ് നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്യുന്നതെന്ന് പറയും. ചിലരാണെങ്കിൽ ഞങ്ങൾ ഒറ്റ എഴുതുന്നതാണ്, അത് പിന്നെ ഒരു മാറ്റം വരുത്താറില്ല എന്ന് പറയുന്നത് പ്രതിജന ഭിന്ന വിചിത്രമാണ്. കൃതികൾ മനുഷ്യ കഥാനുഗായികൾ എന്നാണല്ലോ ആശാനും പറഞ്ഞിട്ടുള്ളത്. പ്രതി നവരസമാമതോർക്കുകിൽ കൃതികൾ മനുഷ്യ കഥാനുഗായികൾ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാവണം. അപ്പോൾ കവിത എഴുതുന്നുവെങ്കിൽ ആ കവിത മനുഷ്യ സമൂഹത്തിന് എന്തെങ്കിലും ഒരു സന്ദേശം നൽകുകയും മനുഷ്യൻ്റെ മനസ്സിലൊരു മാറ്റം സൃഷ്ടിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്ന കവിതയാകണം. അല്ലെങ്കിൽ അതുകൊണ്ട് വെറും ഈ ചേമ്പിലയിൽ വെള്ളമൊഴിക്കുക എന്ന് പറയുന്നത് പോലെ ആ ഇലയിൽ വീണ് തെറിച്ചു പോകുന്ന വെള്ളം പോലെ ആകിപ്പോകും. അത് അങ്ങനെ ആകരുത് സാഹിത്യകാരൻ്റെ മൗലിക രചനകളെല്ലാം. അവയെല്ലാം അർത്ഥപൂർണമാകണം. അത് മനസ്സിനെ സംസ്കരിക്കാൻ ഉതകുന്നവയാകണം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് ആശാൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ സാഹിത്യകാരൻ്റെയും കൂടെ ധർമ്മത്തെയാണ് അവിടെ ചൂണ്ടിക്കാട്ടുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം. അങ്ങനെ ഉപകാരം ചെയ്താൽ മാത്രമേ നമ്മൾ എന്താവുകയുള്ളൂ, നമ്മുടെ ജീവിതം ധന്യമാവുകയുള്ളൂ, അർത്ഥപൂർണമാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് എവിടെയും ഈ സാഹിത്യകാരന്മാരുടെ ധർമ്മവും. സാഹിത്യകാരന്മാരുടെ സാമൂഹിക പ്രതിബദ്ധത അല്ലാതെ സാമൂഹിക ധർമ്മത്തെക്കുറിച്ച് പണ്ട് കുട്ടികളൊക്കെ വാദോരാതെ ഉപന്യസിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് മാറിയിരിക്കുന്നു. കാരണം സാഹിത്യകാരൻ രചന നടത്തി കഴിയുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. പിന്നീട് ജീവിക്കുന്നത് വായനക്കാരനാണ്. വായനക്കാരൻ അവനിർമ്മിതികൾ നടത്തി പുനർവായനകളിലൂടെ അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ ടെക്സ്റ്റിന് സൃഷ്ടിക്കുകയാണ് എന്നുള്ള ഒരു സങ്കല്പനത്തിലേക്കൊക്കെ ആധുനിക നിരൂപകന്മാർ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. അതെന്തുമാകട്ടെ, ഏതായാലും എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഒരുപോലെ സംഭവിക്കുന്ന ഒന്നാണ് സൃഷ്ടി, കവിതാ സൃഷ്ടി. ആ കവിതാ സൃഷ്ടിയുടെ ആസ്വാദനത്തിനും ഒരേ തലം തന്നെയാണുള്ളത്. ഭാവകന് മനസ്സിന് സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ വായിക്കുന്നത്. കവിതയായാലും കഥയായാലും നോവലായാലും അത് വായിച്ചു കഴിയുമ്പോൾ അവന് സന്തോഷം ലഭിക്കണമെന്ന് മാത്രമല്ല, അവന് ചിന്തിക്കുവാനുള്ള ഒരു വിഷയം നൽകുന്നു ചില എഴുത്തുകാർ. ചിലപ്പോൾ ആ ചിന്തയിലൂടെ അവനൊരു നിഗമനത്തിലെത്തിച്ചേരാം. അതല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ പുതിയ ചില ആശയങ്ങളുടെ നാമ്പ് കിളിർക്കാൻ തുടങ്ങാം. അതുമല്ലെങ്കിൽ മനസ്സ് പവിത്രീകരിക്കാം, പുതിയ ആശയതലത്തിലേക്ക് അവൻ്റെ മനസ്സ് ഉയരാം, സാംസ്കാരികമായ ഒരു ഔന്നത്യത്തിലേക്ക് അവൻ എത്തിച്ചേരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം കവിതയിലൂടെ. അപ്പോൾ കവിതയുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളെ നവീകരിക്കുക, വിമലീകരിക്കുക എന്നാണ്. അരിസ്റ്റോട്ടലിൻ്റെ കഥാർസിസ് എന്ന സിദ്ധാന്തം പാശ്ചാത്യ ലോകത്തു നിന്ന് നമ്മൾ എടുത്തപ്പോൾ നമ്മൾ കണ്ടതാണ്. ട്രാജഡിയിലൂടെയാണെങ്കിൽ പോലും മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുക എന്നുള്ള ധർമ്മമാണ് സാഹിത്യം ചെയ്യുന്നതെന്നാണ് പിൽക്കാല പാശ്ചാത്യ നിരൂപകർ പലരും വ്യാഖ്യാനിച്ചത്. അരിസ്റ്റോട്ടലിൻ്റെ കഥാർസിസ് എന്ന സംജ്ഞയെ മുൻനിർത്തിക്കൊണ്ട്. അപ്പോൾ അത് മറ്റൊരവസരത്തിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇപ്പോൾ മലയാള കവിതയെക്കുറിച്ചിലേക്കുള്ള വഴിത്താരയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അതിനു മുമ്പ് കവിത എന്താണ് എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് പോയത്. അപ്പോൾ കവിത എങ്ങനെയാണ് ഉത്ഭവിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ പ്രതിഭ, വ്യുൽപ്പത്തി, അഭ്യാസം എന്നിവയുടെ കൂടിച്ചേരലിലൂടെ മനുഷ്യ മനസ്സിലെ ഉള്ളിലെ വികാരങ്ങൾ വാക്കുകളായി പുറത്തേക്ക് പ്രവഹിക്കുന്നു. അത് പുതിയ ചിന്തകൾക്ക് വഴി തുറക്കുന്നു. അങ്ങനെയാണ് കവിത ഉണ്ടാകുന്നത്, കവിത ഉത്ഭവിക്കുന്നത്.
ഈ ഒരു കാവ്യ സംസ്കാരം പിന്നീടങ്ങോട്ട് വളരെയേറെ വിപുലമായ രീതിയിൽ വളരുകയാണ്. പിന്നീടത് ദൃശ്യകലയ്ക്ക് അനുഗുണമായ കാവ്യരചനയ്ക്ക് വഴിമാറുകയാണ്. നാടകം, രൂപകമെന്നാണ് പ്രാചീന കാലത്ത് ഭാരതത്തിൽ പറഞ്ഞിരുന്നത്. ദശരൂപകം എന്ന പേരുടെ കൃതി തന്നെ ഉണ്ടായിട്ടുണ്ട് ധനഞ്ജയൻ്റെ. അപ്പോൾ ഈ വിവിധ തരത്തിലുള്ള രൂപകങ്ങളെക്കുറിച്ചുള്ള പരാമർശം നാട്യശാസ്ത്രത്തിലും കാണാം. എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, അതുപോലെ തന്നെ ചതുർവിധ അഭിനയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആംഗികം അഭിനയം എങ്ങനെയാണ്, ആംഗികാഭിനയമുണ്ട്, വാചികാഭിനയം. ആംഗികം എന്ന് പറഞ്ഞാൽ അംഗവിക്ഷേപങ്ങൾ കാണിച്ചുകൊണ്ട്, വാചികം സംഭാഷണങ്ങളിലൂടെ, സാത്വികം എന്ന് പറഞ്ഞാൽ സത്വ ഗുണങ്ങൾ ഭാവങ്ങളിലൂടെ കൊണ്ടുവരുന്നത്. അങ്ങനെ 8 സാത്വിക ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സാത്വിക ഭാവങ്ങൾ 8 ഉണ്ടെന്നാണ് പറയുന്നത്. സ്തംഭം, സ്വേദം, രോമാഞ്ചം തുടങ്ങി. അപ്പോൾ അവയെല്ലാം വരണം, പ്രകടമാകണം. അപ്പോൾ സാത്വികം. പിന്നെ ആഹാര്യം എന്ന് പറഞ്ഞാൽ വേഷമാണ്. കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള വേഷം ധരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ അഭിനയിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ വളരെ പണ്ട് കാലം മുതൽ ഒക്കെ തന്നെ നാട്യശാസ്ത്രത്തിൻ്റെ കാലത്ത് തന്നെ ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അവയ്ക്കൊക്കെ കാലാനുസൃതമായിട്ടുള്ള ചില പരിഷ്കാരങ്ങളും കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് സാങ്കേതികതയുടെ അടിസ്ഥാനത്തിലുള്ള പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കാലത്തൊന്നേ ഉള്ളൂ. പണ്ട് കാലത്ത് കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയവയായിരുന്നു രംഗത്ത് അവതരിപ്പിച്ചിരുന്നത്. അതുകൂടാതെ തെയ്യം, തിറ, പടയണി തുടങ്ങിയ ഒട്ടേറെ കലകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ തെയ്യം, തിറ, പടയണി, കോലം തുള്ളൽ, ഇങ്ങനെ പല പല രീതിയിൽ ഓരോ നാട്ടിലും പ്രാദേശികമായിട്ടുള്ള ഭേദങ്ങൾ അതിനുണ്ട്. ആചാര അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പല കലകളും നിലനിന്നിരുന്നത്. മുടിയേറ്റ്, അങ്ങനെ തിറ, അപ്പോൾ ഇങ്ങനെ പല നാടുകളിലും പല ചെറിയ ചെറിയ ഭേദങ്ങളോടുകൂടി ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ പ്രതികരിച്ചിരുന്നു. ഈ കലാരൂപങ്ങളോടനുബന്ധിച്ച് സാഹിത്യം ഉണ്ടായിരുന്നു. തോറ്റംപാട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു തോറ്റം തന്നെ. അതുപോലെ തന്നെ തെയ്യം തുള്ളുമ്പോൾ പാടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അതൊരു പ്രത്യേക ഗാനശാഖയാണ്. സത്യത്തിൽ നമ്മുടെ കവിതാ പാരമ്പര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മൾ നേരെ ചെന്ന് നിൽക്കുന്നത് വാൽമീകിയുടെ രാമായണത്തിലാണെങ്കിൽ പോലും ലോക പാരമ്പര്യം അന്വേഷിച്ചാൽ നമ്മളെവിടെയാണ് ചെന്ന് നിൽക്കുക? നമ്മുടെ നാടോടി പാരമ്പര്യത്തിലാണ് ചെന്ന് നിൽക്കുക. അതായത് നമ്മൾ പണ്ട് ഭാഷയോ ലിപിയോ ഒന്നും രൂപപ്പെടുന്നതിന് മുമ്പ്, ഈ എഴുത്തൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് നമുക്കിവിടെ സാഹിത്യം ഉണ്ടായിരുന്നു. അത് പക്ഷേ വാമൊഴിയിലൂടെയാണ്, നമുക്ക് പറഞ്ഞുള്ള പാട്ടുകളായിരുന്നു. നാടൻ പാട്ടുകളെന്ന് പറയുന്നത്. ആ നാടൻ പാട്ടുകളുടെ പ്രാതിനിധ്യം വഹിക്കുന്നതും നമുക്ക് പഠിക്കാനുണ്ട്. തെക്കൻ പാട്ടുകളെന്നും വടക്കൻ പാട്ടുകളെന്നും പ്രധാനമായിട്ട് 2 വിഭാഗങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത്. എന്നാൽ അതിൽ തന്നെ കഥാഗാനങ്ങളുണ്ട്. നായകന്മാരുടെ കഥകൾ പറയുന്ന ഗാനങ്ങൾ, അതുപോലെ തന്നെ സങ്കല്പങ്ങൾ, യക്ഷിക്കഥകൾ ഉൾപ്പെടെയുള്ള സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗാനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൃഷി, പിന്നെ പലവിധത്തിലുള്ള തൊഴിലുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ പാടുന്ന പാട്ടുകളുണ്ട്. കൊയ്ത്തുപാട്ടുണ്ട്, ഞാറ്റുപാട്ട്, ഓണപ്പാട്ട്. അപ്പോൾ ഇങ്ങനെ പല വിഭാഗങ്ങളിലായിട്ട് പരന്നു നടക്കുന്ന വലിയൊരു ഗാന പാരമ്പര്യത്തിന് പിന്നെ ഉടമസ്ഥരാണ് നമ്മൾ കേരളീയർ എന്ന് മാത്രമല്ല ലോകം തന്നെ. ലോകരാജ്യങ്ങളുടെ സാഹിത്യ പാരമ്പര്യം അന്വേഷിച്ച് എന്നാൽ ഫോക്ക്ലോറിൽ ചെന്ന് നിൽക്കും, നാടോടി വിജ്ഞാനത്തിൽ ചെന്ന് നിൽക്കും. അതിൽ ചിലതൊക്കെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകളായിരിക്കാം. അതല്ലാതെ സമൂഹത്തിൽ നിത്യവ്യവഹാര സന്ദർഭങ്ങളിൽ പ്രചരിച്ച പാട്ടുകളുണ്ടായിരിക്കാം. നേരം പോക്കിന് വേണ്ടി പാടിയ പാട്ടുകളുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം നമുക്ക് മറ്റൊരവസരത്തിൽ വിശദമായിട്ട് വായ്മൊഴി വഴക്കങ്ങളെ കുറിച്ച് പരിചയപ്പെടുമ്പോൾ പിന്നെ മനസ്സിലാക്കാം. പക്ഷേ എങ്കിലും നമ്മുടെ കാവ്യ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രഥമമായിട്ട് പരിഗണന അർഹിക്കുന്നതാണ് വായ്മൊഴിയിലൂടെ പ്രചരിച്ച പാട്ടുകൾ. അതിനനുബന്ധമായിട്ട് തന്നെയാണ് ഏതും നിൽക്കുന്നത്. അതിന് അനുബന്ധമായിട്ടോ അതിന് മുന്നോടിയായിട്ടോ തന്നെയാണ് നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാവ്യ പാരമ്പര്യം നിൽക്കുന്നത്. അതിൽ
നമ്മുടെ അറിവിൽപ്പെട്ടതിൽ ആദ്യത്തേതാണ് നമ്മുടെ നാട്ടിലെ വാൽമീകി എന്ന കവി ആദി കവിയായിട്ട് കൽപ്പിക്കപ്പെടുന്നു. അതിനു മുൻപും കവികളുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഈ നമ്മുടെ വായ്മൊഴിയിലൂടെ പ്രചരിച്ച കാവ്യ പാരമ്പര്യവും അതിനുശേഷം ലിപി സമ്പ്രദായം വന്നതിന് ശേഷം പ്രചരിച്ച കാവ്യ പാരമ്പര്യവും അവയെല്ലാം ഒരുപോലെ തന്നെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. മലയാളത്തെ സംബന്ധിച്ച് അഥവാ കേരളീയ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളെല്ലാവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്ന ഒരു പാരമ്പര്യമാണുള്ളത്. ആരെയും നമ്മൾ മാറ്റി നിർത്താറില്ല, അല്ലേ? പണ്ട് കാലത്ത് മുതലേ രാജാക്കന്മാർ അങ്ങനെയായിരുന്നു. ഇന്നത്തെ ഭരണാധികാരികളും ആ പാരമ്പര്യത്തിൻ്റെ പ്രവക്താക്കളായി തന്നെയാണ് തുടരുന്നത്. ആരെയും മാറ്റി നിർത്തുകയില്ല. ഇങ്ങോട്ട് വരുന്നവർക്കെല്ലാവർക്കും സ്വാഗതം. അതാണ് നമ്മുടെ നിലപാട്. അതിൻ്റെ ഫലമായിട്ടൊരു സങ്കര സംസ്കാരം ഇവിടെ ഉണ്ടായി ഒരു കാലഘട്ടത്തിൽ അതിന് ഇടവന്നു. പക്ഷെ ക്രമേണ ചില വിദേശ ശക്തികൾ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചത് നമുക്ക് വിനയായി തീർന്നു. അപ്പോൾ അതിൻ്റെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കി. ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള പോർട്ടുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഈ പോർട്ടുഗീസുകാർ വന്നപ്പോൾ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ശക്തമായ തീവ്രം നടത്തിയിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരും വന്ന കാലഘട്ടത്തിലെ മിഷണറിമാർ, അപ്പോൾ വന്ന മിഷണറിമാർ പലരും അവധാനതയോടുകൂടി പ്രവർത്തിച്ചവരായിരുന്നു. ആരും നിർബന്ധിച്ചല്ല മതപരിവർത്തനം നടത്തിയത്. അന്നത്തെ സാമൂഹികമായ അസമത്വങ്ങളും ദുരാചാരങ്ങളും ജാതി അനാചാരങ്ങളും കൊണ്ട് പൊറുതിമുട്ടി നിന്ന ഒരു ജനതയിലേക്ക് വിശ്വാസത്തിൻ്റെ സഹായഹസ്തങ്ങൾ നീണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കർത്താവിങ്കൽ വിശ്വസിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ ഏറെ സാമൂഹികമായിട്ടുള്ള പരിവർത്തനങ്ങൾ, മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി. എന്നാൽ അതേസമയം സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അസമത്വങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പടപൊരുതുകയും അങ്ങനെയുള്ളൊരു നവോത്ഥാന സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിലാണ് എഴുത്തച്ഛനൊക്കെ വരുന്നത്. നമുക്ക് മലയാളത്തിലുണ്ടായ ആദ്യത്തെ കൃതി രാമചരിതമാണെന്നാണ് പറയപ്പെടുന്നത്. രാമചരിതം പാട്ടുപ്രസ്ഥാനത്തിൽപ്പെട്ട കൃതിയാണ്. പാട്ടുപ്രസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ മലയാള സാഹിത്യ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതാണ് രാമചരിതം. ദ്രാവിഡ അക്ഷരമാലകൾ കൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ളതും ചില പ്രാസങ്ങൾ, പ്രത്യേക പേരുകളാണ് പറയുന്നത്. യത്തുകാമോന, ഒന്ന് ദിവ്യാക്ഷരപ്രാസവും ഒന്ന് ഓരോ പാദത്തിൻ്റെയും ആദിയിലും പകുതിയിലും ഒരേ അക്ഷരം വരുന്നതുമായിട്ടുള്ള 30 അക്ഷരങ്ങൾ മാത്രമുള്ള ദ്രാവിഡ അക്ഷരമാലയിലെ അക്ഷരങ്ങളെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ളതും എന്നാൽ അതേസമയം ചില പ്രത്യേക പ്രാസങ്ങൾ ദീക്ഷിച്ചു കൊണ്ടുള്ളതുമായിട്ടുള്ള യത്തുകാമോന എന്നീ പ്രാസങ്ങൾ ദീക്ഷിച്ചു കൊണ്ടുള്ളതും അതുപോലെ തന്നെ വൃത്തവിശേഷമായിട്ടുള്ളതും. വൃത്തവിശേഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ്രാവിഡ ഭാഷയ്ക്ക് യോജിച്ച രീതിയിലുള്ള വൃത്തം മാത്രം, സംസ്കൃത വൃത്തങ്ങളെ പാടെ മാറ്റി നിർത്തിക്കൊണ്ട് ദ്രാവിഡ വൃത്തങ്ങൾ മാത്രം ഉപയോഗിച്ച് അതിനനുയോജ്യമായ ശീലുകൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് രചന നടത്തണമെന്നുള്ള നിർദ്ദേശമെന്ന് പറഞ്ഞാൽ നിയമം, അങ്ങനെ ഒരു നിയമം ചെയ്തതനുസരിച്ച് രചിക്കപ്പെട്ടവയായിരുന്നു ആദ്യകാലത്തെ പാട്ടുകൃതികൾ. തിരുനിഴൽമാല, പയ്യന്നൂർ പാട്ട് തുടങ്ങി 2-4 കൃതികൾ ആ മേഖലയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രഥമഗണനീയം രാമചരിതമാണ്. 164 പഠനങ്ങളിലായിട്ട് രചിക്കപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കാവ്യ പാരമ്പര്യത്തിൽ വരുന്നത് മണിപ്രവാളമാണ്. മണിപ്രവാളം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 2-3 വിഭാഗങ്ങളുണ്ട്. പ്രാചീന മണിപ്രവാളം. പ്രാചീന മണിപ്രവാളത്തിൽ ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയേച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണുനീലി സന്ദേശം തുടങ്ങിയവയാണ് എടുത്തു പറയത്തക്ക മണിപ്രവാള കൃതികൾ. വൈശികതന്ത്രം എന്ന കൃതിയിലാണ് മണിപ്രവാള കൃതികളുടെ ആരംഭം കാണുന്നത്. ഒടുവിൽ ചന്ദ്രോത്സവം എന്ന കൃതി വരെ അത് എത്തി നിൽക്കുന്നു. കൂടാതെ അനന്തപുര വർണ്ണനം, വാസുദേവസ്തവം എന്നീ സ്തോത്രകൃതികളും മണിപ്രവാള ശാഖയിൽ കണ്ടെത്താൻ കഴിയും. ഇതെല്ലാം 12-14 ശതകങ്ങൾ സംഭവിക്കുന്നതാണ്. 12-ാം ശതകത്തിലാണ് പാട്ടുപ്രസ്ഥാനത്തിൻ്റെ നൂറ്റാണ്ട്. എന്നാൽ ആ 12-ൽ നിന്നും 14-ലേക്ക് കടക്കുന്ന സമയത്ത് മണിപ്രവാളം ഇവിടെ ഉദയം കൊള്ളുകയാണ്.
ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം. അന്ന് നിലവിലിരുന്ന സംസാര ഭാഷയായ കേരള ഭാഷ, ഇന്നത്തെ തനി മലയാളം, അന്ന് വേറെ ഏതോ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു. അത് പ്രചാരം ലഭിച്ചിരുന്നില്ല. അപ്പോൾ ആ ഇന്നത്തെ മലയാളത്തിന് അന്ന് പ്രചാരം ഉണ്ടായിരുന്നില്ല. പകരം കേരള ഭാഷ എന്ന ഭാഷയായിരുന്നു മലയാളത്തിന് പകരം പ്രചരിച്ചിരുന്നത്. ആ കേരള ഭാഷയ്ക്ക് ദ്രാവിഡത്തിൻ്റെ മൂല ഭാഷയിൽ നിന്നും ദ്രാവിഡത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരു ഭാഷയായിരുന്നു. ആ ഭാഷയ്ക്കാണ് പിൽക്കാലത്ത് പരിണാമം ഉണ്ടായതെന്ന് ചിലർ പറയുന്നത്. പക്ഷേ ചിലത് അംഗീകരിക്കുന്നു, ചിലത് അംഗീകരിക്കുന്നില്ല. ഇന്നിപ്പോൾ ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടിയതിന് ബോധബലകമായിട്ട് പണ്ടുകാലം മുതലേ മലയാളം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതിന് അന്ന് പ്രചാരം ഉണ്ടായിരുന്നില്ല എന്നതായിരിക്കാം അതിന് പിന്നെ ആ കാലഘട്ടത്തിൽ തന്നെ രൂപം കൊണ്ടുവന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയതിന് കാരണം. അപ്പോൾ ഏതായാലും അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന കേരള ഭാഷയും സംസ്കൃതവും തമ്മിൽ വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ കൂടെ ഉപയോഗിച്ചുകൊണ്ട് സഹൃദയൻ്റെ മനസ്സിനെ രസിപ്പിക്കത്തക്ക രീതിയിൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഷാ രീതിയാണ് സാഹിത്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. ആ പ്രാചീന മണിപ്രവാളമാണ് മണിപ്രവാള സാഹിത്യമാണ് നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തിൽ രണ്ടാം ഘട്ടം പ്രതിനിധാനം ചെയ്യുന്നത്. എന്നാൽ ആ പ്രാചീന മണിപ്രവാളം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ പാട്ടിന് മറ്റൊരു ഉപശാഖ ഉണ്ടായി എന്നുള്ളത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. പാട്ടിനുണ്ടായ ആ ഉപശാഖ എന്ന് പറയുന്നത് പാട്ടിൻ്റെ ലക്ഷണത്തെ കർക്കശമായി പാലിക്കാൻ കൂട്ടാക്കാത്തതായിരുന്നു. എന്നാൽ ദ്രാവിഡ വൃത്തങ്ങൾ തന്നെ ദീക്ഷിച്ചുകൊണ്ട് തരംഗിണി തുടങ്ങിയതിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും ചില ഇടത്ത് ലക്ഷണത്തിൻ്റെ ചില നിർദ്ദേശങ്ങളെ അവർ ലംഘിക്കുന്നു. അങ്ങനെ ലംഘിച്ചുകൊണ്ട് രചന നടത്തിയ ചില ആൾക്കാരുണ്ട്. അത് പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ഒരു ഉപശാഖയായിട്ട് പാട്ടുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലനിന്ന് പോരുന്നുണ്ടെങ്കിൽ പോലും പാട്ടിൻ്റെ ലക്ഷണത്തെ കൃത്യമായിട്ട് പാലിക്കുവാൻ കൂട്ടാക്കിയിട്ടില്ല എന്ന് ആ കൃതികൾ പരിശോധിച്ചാൽ മനസ്സിലാവും. കണ്ണശ രാമായണം, കണ്ണശ ഭാരതം, കണ്ണശ ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം ഇവ രചിച്ച രാമപ്പണിക്കർ, അതുപോലെ തന്നെ ഭാരതമാല രചിച്ച ശങ്കരപ്പണിക്കർ, മാധവ പണിക്കർ, ഭാഷാ ഭഗവത്ഗീത എഴുതിയ മാധവ പണിക്കർ, ഇവരെല്ലാം ഒരു കുടുംബക്കാരാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ നിരണം ദേശത്ത് ഉള്ള കണ്ണശ കുടുംബത്തിൽ ജനിച്ചവരാണ്. അതുകൊണ്ടാണ് ഇവരെ നിരണം കവികളെന്നും കണ്ണശ കവികളെന്നും ഒക്കെ പറയുന്നത്. ഉഭയകവീശ്വരനായ കരുണേശൻ്റെ പിന്തുടർക്കാരായിട്ടാണ് അവരെ കരുതപ്പെടുന്നത്. അപ്പോൾ അവർ ക്ഷേത്ര കാര്യങ്ങൾ അന്വേഷിക്കുന്ന ജോലി ചെയ്യുന്നവരായിരുന്നു. അക്കൂട്ടത്തിലൊരാളാണ് മലയൻകീഴ് എന്ന പ്രദേശത്ത്, തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് എന്ന പ്രദേശത്ത് എത്തുകയും അവിടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം താമസിക്കുകയും അങ്ങനെ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ സാന്ദർഭികമായിട്ട് അദ്ദേഹത്തിന് ഭഗവത്ഗീത സംഗ്രഹിക്കണമെന്ന് തോന്നി അത് ചെയ്യുകയും ചെയ്തത്. ഗീത എന്ന് പറയുന്നതിനെ പലതരത്തിൽ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവൻ്റെ മുന്നിലുള്ള കർമ്മങ്ങൾ കൃത്യങ്ങൾ എങ്ങനെ കൃത്യമായി നിർവഹിക്കണം, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തിപരാൻ നിബോധത എന്ന് വിവേകാനന്ദൻ കാലങ്ങൾക്ക് ശേഷം പറയുന്നതിനും വളരെ മുൻപേ തന്നെ അത് പറഞ്ഞിരുന്ന ആളാണ് നമ്മുടെ വേദവ്യാസൻ മഹാഭാരതത്തിൽ ആ യുദ്ധസന്നദ്ധനായി നിൽക്കേണ്ട അർജുനൻ തളർന്നിരിക്കുമ്പോൾ അവനെ കർമ്മോത്സുകനാക്കുവാനായിട്ട് ശ്രീകൃഷ്ണനെ കൊണ്ട് കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ വിമലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഉപദേശമാണ്. നമുക്കെല്ലാവർക്കും ജനിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ ഓരോ കർമ്മമേഖലകളിലേക്ക്, നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞ് നമ്മൾ ഓരോ കർമ്മമേഖലകളിലേക്ക് തിരിയുകയാണ്. അപ്പോൾ ഓരോ നിയോഗങ്ങളാണ്. ചിലപ്പോൾ ചില കർമ്മങ്ങൾ നമ്മൾ വന്നു ചേരും, ചിലപ്പോൾ ചിലത് നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്യേണ്ടതായി വരും, ചില ജോലികളിലേക്ക് ഏർപ്പെടേണ്ടതായി. അതൊരു കർമ്മനിയോഗമാണ്. അപ്പോൾ ആ കർമ്മം ചെയ്യുന്നതിന് നമ്മൾ മടി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിജയമുണ്ടാവുക പ്രയാസകരമായിരിക്കും. അപ്പോൾ ആ ഒരു ഉപദേശം നൽകുന്ന വിധത്തിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിലുള്ള പല വരികളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുമുണ്ട്. ഏതായാലും ആ ഭഗവത്ഗീതയെ ഏതാനും വരികളിൽ സംഗ്രഹിച്ചുകൊണ്ട് ഭാഷാ ഭഗവത്ഗീത അന്നത്തെ സാധാരണക്കാർ ഉപയോഗിച്ചിരുന്ന ഭാഷയിൽ എഴുതി അതിൽ ഏറെക്കുറെ വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള നല്ല മലയാളമൊക്കെ നമുക്ക് നന്നായി കാണാൻ സാധിക്കും. തമിഴിൻ്റെ അതിപ്രസരം കുറഞ്ഞും എന്നാൽ സംസ്കൃതത്തെ സംസ്കൃതമായിട്ട് ഉപയോഗിക്കാതെ
സംസ്കൃത വിഭക്തി പ്രത്യയങ്ങൾ സ്വീകരിക്കാതെ തദ്ഭവ സമങ്ങളായിട്ടുള്ള പ്രയോഗങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. രാമപ്പണിക്കരും ശങ്കരപ്പണിക്കരും മാധവപ്പണിക്കരുമെല്ലാം എല്ലാവരും പരമാത്മ ചൈതന്യത്തെ ഉപനിഷത്ത് സാരം മനസ്സിലാക്കിയവരായിരുന്നു ആ കവികളെന്നുള്ളത് അവരുടെ എല്ലാ കൃതികളും തെളിയിക്കുന്നുണ്ട്. പരമാത്മ ചൈതന്യത്തെയാണ്. അവിടെ ജാതി മത ഭേദങ്ങൾക്ക് അതീതമായിട്ട് ആ ഉപനിഷത്ത് ദർശനത്തിന് അനുഗുണമായ രീതിയിലുള്ള സ്തുതികളും സാധാരണ ദേവതാസ്തുതികൾക്കൊപ്പം തന്നെ നമുക്ക് അതിൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ആ ഒരു പാരമ്പര്യം യഥാർത്ഥത്തിൽ 14-ാം ശതകത്തിൽ തന്നെ സംഭവിച്ചതാണ്. പ്രാചീന മണിപ്രവാളങ്ങൾ ഉണ്ടാകുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് എന്തും സംഭവിക്കുന്നത്. ഈ പാട്ട് പ്രസ്ഥാനത്തിൻ്റെ 2ാം ഘട്ടമായിട്ടുള്ള നിരണം കവികളുടെ ആവിർഭാവവും അവരുടെ കൃതികളും ഉണ്ടാകുന്നത്. അങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ഉന്നതന്മാർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും സാഹിത്യം രസിക്കും അല്ലെങ്കിൽ ആവശ്യമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് രാമചരിതവും അതിന് അനുബന്ധമായിട്ടുള്ള കൃതികളും അതിനുശേഷം 2ാം ഘട്ടമായിട്ടുണ്ടായ നിരണം കവിതകളുമെല്ലാം. അപ്പോൾ ആ ഒരു പാരമ്പര്യം നിലനിൽക്കുകയും ആ നിരണം കവികളുടെ പാരമ്പര്യം നിലനിൽക്കുകയും തന്നെ പ്രാചീന മണിപ്രവാളവും ഒരു സമാന്തരമായി ഒഴുകുന്നുണ്ടായിരുന്നു. ആ മണിപ്രവാള പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവമാണ് ഭാഷയ്ക്ക് പിൽക്കാലത്ത് പരിണമിക്കുന്നതിനുള്ള വഴി തുറന്നു കൊടുത്തതെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷേ കൊടുന്തമിഴിനാണ് പരിണാമം ഉണ്ടായി മലയാളമായി മാറിയത് എന്നും അതിന് ബോധപരമായിട്ട് 6 നയങ്ങളുമൊക്കെ കേരളവാണിനി പറയുന്നുണ്ട്. ഏതായാലും വിദേശ മിഷണറിമാർ ബെഞ്ചമിൻ ബെയ്ലിയും ഗുണ്ടർട്ടും ഒക്കെ വന്നതിന് ശേഷമാണ് ഇവിടെ മലയാള ഭാഷയ്ക്കൊരു ഉണർവുണ്ടായത്, ഭാഷയെ ചുട്ടപ്പെടാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ 15-ാം ശതകത്തിൽ നമുക്ക് പണ്ട് 9-ാം ശതകം മുതലേ നിലനിന്നിരുന്ന ഏതോ നല്ല മലയാളത്തിൻ്റെ അംശങ്ങൾ ഉൾക്കൊണ്ട ഒരു വ്യക്തിയായിരുന്നു ചെറുശ്ശേരി. അദ്ദേഹം കൃഷ്ണഗാഥ എഴുതുന്നത് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ നീളം കലർന്നങ്ങു പാടുന്നേരം എന്നിങ്ങനെ നല്ല തനി മലയാളം ഉപയോഗിച്ച് 15-ാം ശതകത്തിൽ അദ്ദേഹം കവിത എഴുതി. പക്ഷേ നമ്മളത് ഉൾക്കൊണ്ട് അദ്ദേഹത്തെ ഭാഷയുടെ പിതാവാക്കാൻ ശ്രമിച്ചു കണ്ടില്ല. കാരണമെന്ന് പറഞ്ഞാൽ ചെറുശ്ശേരിയുടെ കാലത്ത് അദ്ദേഹം എഴുതിയ ഭാഷാ രീതിക്ക് സാർവത്രിക പ്രചാരം ഉണ്ടായിരുന്നില്ല. അന്ന് നിലനിന്നിരുന്നത് കേരള ഭാഷയായിരുന്നു. അന്നല്ല, പണ്ട് മുതലേ നിലനിന്നിരുന്നത് കേരള ഭാഷ എന്ന് പറഞ്ഞൊരു ഭാഷയായിരുന്നു. അതിൽ ദ്രാവിഡ അക്ഷരങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഭാഷാ രീതിക്കൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതിലാണ് പിന്നീട് സാഹിത്യ രചയിതാക്കൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ അവരുടേതായ രീതിക്ക് ഭാഷയ്ക്ക് പല പരിണാമങ്ങൾ ചില നിയമങ്ങൾക്കനുസരിച്ചും അല്ലാതെയും അതിനെ ഉല്ലംഘിച്ചുമൊക്കെ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഈ ഉണ്ണിച്ചിരുദേവീചരിതം, ഉണ്ണിയച്ചിചരിതം തുടങ്ങിയ പ്രാചീന മണിപ്രവാള കൃതികളുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ മണിപ്രവാളത്തിൽ സംസ്കൃതത്തിൻ്റെ അതിപ്രസരം വർദ്ധിച്ചു, മലയാള തനിമയും വർദ്ധിച്ചു, സംസ്കൃത അതിപ്രസരം വർദ്ധിച്ചു. നേരത്തെ സംസ്കൃത പദങ്ങളുടെ ബാഹുല്യത്തിന് പകരം വിഭക്തി പേടി കൊണ്ട് എന്ന് പറയുന്നതിന് പേട്യാം എന്നുപയോഗിക്കുന്ന രീതിയായിരുന്നു പ്രാചീന മണിപ്രവാള കാലത്തുണ്ടായിരുന്നു. മണ്ടന്തിയും അവിടെ നിന്ന് പോയി എന്നുള്ളതിന് മണ്ടന്തിയും എന്ന് പ്രയോഗിച്ച ഒരു മണിപ്രവാള പാരമ്പര്യമായിരുന്നു പ്രാചീന കാലം. ഇങ്ങനെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമ്മൾ ഭാഗങ്ങൾ പരിശോധിച്ചാൽ, ആ കാവ്യഭാഗങ്ങൾ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും പ്രാചീന മണിപ്രവാള കൃതികളിൽ. എന്നാൽ ആധുനിക മണിപ്രവാളം അല്ലെങ്കിൽ അഥവാ മധ്യകാല മണിപ്രവാളം എന്ന് പറയാവുന്നത് തീർച്ചയായിട്ടും ആധുനിക ചമ്പുക്കളുടേതായ ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഈ ഉണ്ണിയച്ചിചരിതം, ഉണ്ണിച്ചിരുദേവീചരിതം എന്നിവയെല്ലാം പ്രാചീന ചമ്പുക്കളാണ്. ചമ്പു സാഹിത്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് പ്രത്യേകമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്നും പിന്നീട് അങ്ങോട്ടൊരു വ്യത്യാസം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കൂത്ത്, കൂടിയാട്ടം ഇവ പൗരാണികമായ കഥകളെ ആധാരമാക്കി രംഗത്ത് അവതരിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ആഢ്യ സമൂഹത്തിന് മുന്നിലേക്ക് രാമായണം ചമ്പുവിനെ കൊണ്ടുവന്ന് വെച്ചു പുനൻ നമ്പൂതിരിയുടെ രാമായണം ചമ്പു. അതുപോലെ തന്നെ നമ്മുടെ മഴമംഗലത്തിൻ്റെ ഭാഷാനക്ഷതം ചമ്പു. പിന്നെ അങ്ങോട്ട് ധാരാളം ചമ്പുക്കൾ. ആധുനിക കാലത്ത് ഉള്ളൂർ സുജാതദ്വാഹം ചമ്പു വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചമ്പുക്കളുടെ ആവിർഭാവം ആദ്യകാലത്ത് പുരാണ കഥകളെ ആസ്പദമാക്കിയിട്ടുള്ള ചമ്പുക്കളാണ് ഉണ്ടായത്, സംസ്കൃതത്തെ അനുകരിച്ചുകൊണ്ട്. സംസ്കൃതത്തിൽ ചമ്പുകാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേ അനുകരിച്ചുകൊണ്ടുള്ള, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാരമ്പര്യത്തിലേക്ക് നമ്മൾ നയിക്കപ്പെട്ടു എങ്കിലും അവയ്ക്ക് ഒരു സാർവജനീന സ്വഭാവം കൈവരിക്കുവാൻ സാധിച്ചില്ല.
കൂത്തമ്പലങ്ങളിലും കൂടിയാട്ട മണ്ഡപങ്ങളിലും മാത്രമായിട്ട് അത് നിൽക്കുകയും അവിടേക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രവേശനം ലഭിക്കാതെ വരികയും ചെയ്തപ്പോൾ അതൊരു ജനകീയ കലയായിട്ട് മാറേണ്ടതാണ് എങ്കിൽ പോലും അത് പല ഭാഗങ്ങളിലും അങ്ങനെ മാറിയില്ല. അപൂർവം ചിലർക്ക് മാത്രം പൊതുവേദികളിൽ അത് അവതരിപ്പിച്ചു. ക്രമേണ കൂത്തു പറയുന്ന ചാക്യാർ ഒരു നർമ്മം കരുതി പറഞ്ഞുകൊണ്ടിരുന്നവർ സാമൂഹിക വിമർശനത്തിൻ്റെ പാതയിലേക്ക് ചലിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കൂത്തിന് മിഴാവ് കൊട്ടാനിരുന്ന നമ്മുടെ തുള്ളലിൻ്റെ ആചാര്യനായ അദ്ദേഹം ആചാര്യനാകുന്നതിന് മുമ്പ് കൂത്ത് പറയുന്നിടത്ത് മിഴാവ് കൊട്ടാനിരുന്നു. ആ ചാക്യാരുടെ പരിഹാസത്തിൽ മനംനൊന്താണ് അദ്ദേഹം തുള്ളൽ എന്നുള്ള ഒരു കലാരൂപം സൃഷ്ടിക്കുന്നത്. പറയൻ, ശീതങ്കൻ, ഓട്ടൻ എന്നീ വിഭാഗങ്ങളിൽ വ്യത്യസ്ത വേഷവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കലാസമ്പ്രദായമുണ്ടാകും. അതൊക്കെ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ 15-ാം ശതകത്തിൽ ചെറുശ്ശേരിയുടെ കാലഘട്ടത്തിൽ നല്ല മലയാളത്തിൽ അദ്ദേഹം എഴുതി എന്നുള്ളതൊരു വാസ്തവമാണ്. എന്നാൽ അതിന് പ്രചാരം ഉണ്ടായിരുന്നില്ല. ആ കൃതിക്കെന്നുള്ളതല്ല, ആ കാലഘട്ടത്തിൽ ആ ഭാഷ പ്രചരിച്ചിരുന്നില്ല. നല്ല മലയാളത്തിന് പ്രചാരം ഉണ്ടായിരുന്നില്ല. അന്ന് കേരള ഭാഷയായിരുന്നു പ്രചരിച്ചിരുന്നത്. അതിന് പിൽക്കാലത്തൊരു മാറ്റം ഉണ്ടാകുന്നത് എഴുത്തച്ഛൻ്റെ കാലത്താണ്. എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഭാഷയ്ക്കൊരു വ്യവസ്ഥയുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഹരിനാമകീർത്തനം ഉൾപ്പെടെയുള്ള കൃതികൾ എഴുതി. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പന്ഥാവിലേക്ക് സാഹിത്യത്തെയും സമൂഹത്തെയും ഭക്തിയുടെ കൂടെ മാർഗത്തിൽ നയിച്ചുകൊണ്ട് ഭാഷയെയും സമൂഹത്തെയും നവീകരിക്കുവാനുള്ള പരിശ്രമം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെ, അധ്യാത്മരാമായണം എന്ന സംസ്കൃത മൂലകൃതിയെ ആണ് അദ്ദേഹം ആശ്രയിച്ചതെന്നാണ് പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. ഒരിക്കലും അത് സാമൂഹികമായിട്ടുള്ള ഒരു ഉത്ഥാനം അദ്ദേഹം ലക്ഷ്യം കണ്ടിരുന്നുവെങ്കിൽ പോലും അതിന് അദ്ദേഹം മാതൃകയായിട്ട് സ്വീകരിച്ചത് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട അധ്യാത്മരാമായണമായിരുന്നു. വാൽമീകിയുടെ രാമായണം മാത്രമല്ല, അദ്ദേഹം എല്ലാം വായിച്ചിട്ടുണ്ട് എന്ന് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവികരായിരുന്ന കണ്ണശന്മാരിൽപ്പെട്ട രാമപ്പണിക്കർ എഴുതിയ കണ്ണശരാമായണവും രാമചരിതത്തിലെ ശ്രീരാമകവിയുടെ രാമചരിതവും ഒക്കെ വായിച്ചിട്ടുണ്ട് എന്ന് ഈ കൃതി വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു. കാരണം പലപ്പോഴും ആ സംഗ്രഹണ പാടവം പ്രകടിപ്പിക്കുവാനായിട്ട് അവരെയെല്ലാം പലയിടത്തും അനുകരിക്കുന്നത് കാണാം. ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പറയുന്നത് പോലും മുൻകാല കവികൾ പുലർത്തിപ്പോകുന്ന പ്രാർത്ഥനയുടെ തുടർച്ച തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാമൂഹികമായ ഒരു മുന്നേറ്റമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള കാഹളമായിട്ട് മാറുകയായിരുന്നു എഴുത്തച്ഛൻ്റെ കൃതികൾ. പണ്ഡിതനും പാമരനും ഒരുപോലെ രസിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം എഴുതിയത്. പിൽക്കാലത്ത് അതുപോലെ എഴുതുകയും അതിനെ വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു കലയ്ക്ക് അനുരൂപമായ കവിതയാക്കി മാറ്റുകയും ചെയ്തത് കുഞ്ചൻ നമ്പ്യാരാണ്. ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു വടയണിക്ക് ഹജേരുവാൻ വടിവി എന്നൊരു ചാരുകേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ കാലഘട്ടത്തിൽ വളരെയേറെ പ്രചാരം ലഭിച്ച മറ്റൊരു കലാരൂപമാണ് കഥകളി. കഥകളിക്ക് കൃത്യമായ ചിട്ടകളുണ്ട്. കൃഷ്ണനാട്ടത്തിൻ്റെയും രാമനാട്ടത്തിൻ്റെയും സംയുക്തമാണ് ഞാൻ ചുരുക്കി പറയുകയാണ്. കൃഷ്ണനാട്ടത്തിൻ്റെയും രാമനാട്ടത്തിൻ്റെയും ഒക്കെ സവിശേഷതകളെ ആവാഹിച്ചുകൊണ്ട് യക്ഷഗാനത്തിൻ്റെ ചില അംശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കല്ലടിക്കോടൻ കപ്ലിങ്ങാട്ടൻ നമ്പൂതിരിമാരുടെ ഒരു കല്ലുവഴിച്ചിട്ടയും അപ്പോൾ അതെല്ലാമൊക്കെ സ്വീകരിച്ചുകൊണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അത് രൂപം കൊള്ളാൻ ഇടവന്നത് എന്നുള്ള ഐതിഹ്യമുണ്ട്. ഐതിഹ്യമല്ല, ഒരു യാഥാർത്ഥ്യവും കൂടെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളെല്ലാം തന്നെ സാഹിത്യത്തെയും കലാരംഗത്തെയും ഒരു പ്രത്യേക പന്ഥാവിലേക്ക് നയിച്ചു. കഥകളി എന്ന് പറയുന്നത് അവിടെ വാചികത്തിന് എന്നതിനേക്കാൾ അവിടെ മുദ്രകൾക്കും മറ്റുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതും പല്ലവി അനുപല്ലവി ഉൾപ്പെടെയുള്ള പുതിയ രീതിയിലുള്ള രചനാ സമ്പ്രദായം വന്നു വരികയും ചെയ്തു. സംസ്കൃതത്തിനും ഭാഷയ്ക്കും ഏതാണ്ട് ഒരു തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള രചനകളായിരുന്നു ആട്ടക്കഥകൾ പലതും. അതിൽ കോട്ടയം കഥകളാണ് അഭിനയത്തിന് ഏറ്റവും മികച്ചവയായിട്ട് നിലനിന്നിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ ഭാഷാപരമായിട്ട് ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു കൃതിയായിട്ട് നമുക്ക് ലഭിച്ചു. ഭാഷാപരമായ ഒട്ടേറെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ അത് സംസ്കൃതമാണോ മലയാളമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഭാഷയിലാണ്. അതിനെ AR വെങ്കല ഭാഷ എന്നാണ് വിശേഷിപ്പിച്ചത്. കാന്താരതാരകം എന്ന പേരിൽ അദ്ദേഹം നളചരിതത്തിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. മറ്റുള്ള ചില പണ്ഡിതന്മാരും അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അത് 3ാം സെമസ്റ്ററിലെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഭാഗം പഠിക്കുവാനുമുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള മലയാള കവിതാ പാരമ്പര്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ ഒരു ഘട്ടം പിന്നിട്ട് കഴിയുമ്പോൾ പിന്നീട് കല രംഗത്ത് അവതരിപ്പിക്കുന്നതിന് അനുരൂപമായ രീതിയിലുള്ള രചനയിലേക്ക് മാറുന്നുണ്ട്. ഭക്തിയുടെയും നന്മയുടെയും വഴിയിലൂടെ പിന്നെ ഒരു നൂതന കാവ്യ സംസ്കാരത്തിലൂടെ മാനവികമായൊരു നവീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് കവിതകൾ എഴുതിയ കവികളെയാണ് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ 18-ാം ശതകത്തിൽ തന്നെയാണ് ഉണ്ണായി വാര്യരും, അതേ ശതകത്തിൽ തന്നെയാണ് കുഞ്ചൻ നമ്പ്യാരും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ പുരാണ കഥകളെ ആസ്വദിച്ചുകൊണ്ട് കാവ്യം എഴുതുന്ന മഹാകവികളുണ്ടായിരുന്നു. അതെല്ലാം രാജാക്കന്മാർക്ക് വേണ്ടി കൂടിയായിരുന്നു. കുചേലവൃത്തം, വഞ്ചിപ്പാട്ട്, മഹീപതേ ഭാഗവതോമാനം, മഹാപുരാണം ഭവനം മദീയം, നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാം, അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തിരുവിതാംകൂർ രാജാവിനെ വന്ന് കണ്ട രാമപുരത്ത് വാര്യർക്ക് വേണ്ടതെല്ലാം നൽകി അദ്ദേഹം ഒടുവിൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതുന്നുണ്ട്. ഓ ദിത്തിത്താരാദിത്തിത്തേ ഇരുത്തേ ഇതു എന്നുള്ള ആ ഒരു താളത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഉന്നതാവൃത്തത്തിൽ അദ്ദേഹം അത് എഴുതുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആദ്യകാല കാവ്യ പാരമ്പര്യങ്ങളിൽ പെട്ടവയാണ്. മേൽപ്പത്തൂർ, പൂന്താനം തുടങ്ങിയവരും ഭക്തിയുടെ മാർഗത്തിലേക്ക് മനുഷ്യരെ നയിക്കുവാൻ വേണ്ടി രചനകൾ നടത്തിയവരാണ്. നാരായണീയത്തിലൂടെയാണെങ്കിലും പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, ഭാഷാകർണാമൃതം തുടങ്ങി സന്താനഗോപാലം തുടങ്ങിയ പല കൃതികളിലൂടെയും അദ്ദേഹം തത്വചിന്താപരമായിട്ട് വളരെ വളരെ ഉപദേശങ്ങൾ, 10 കെട്ടുകൾ 100 മതിയെന്നും, ശതമാരിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും, അപ്പോൾ ഈ തൃഷ്ണ, മനുഷ്യൻ്റെ ആഗ്രഹം ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ ആപത്താണ്. പിന്നെ ഭാരതം എന്ന ഭൂമിയുടെ പ്രത്യേകതകളും അങ്ങനെ ഒരുപാട് നന്മ നിറഞ്ഞ പിന്നെ പൗരാണികവും അതുപോലെ തന്നെ ഉപനിഷത്ത് പ്രവൃത്തവുമായിട്ടുള്ള ജീവിതത്തിൻ്റെ വിജയത്തിന് ഉതകുന്ന തരത്തിലുള്ള തത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ മരിച്ചതിൽ വിഷാദിച്ച് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈശ്വരഭക്തിയിൽ മുഴുകിയിട്ടാണ് ജ്ഞാനപ്പാനയൊക്കെ എഴുതുന്നത്. അത് യഥാർത്ഥത്തിൽ അറിവിൻ്റെ തന്നെയാണ്. പാനപ്പാട്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. ഏതായാലും ആ ഒരു താളത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതുപോട്ടെ. അപ്പോൾ അത് നമുക്ക് മധ്യകാല സാഹിത്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ആ ഒരു മധ്യകാല കവിതയുടേതായിട്ടുള്ള ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ് നമ്മൾ ഈ വിദേശാധിപത്യത്തിൻ്റെ തിരിശേഷിപ്പുകളായിട്ട് കാൽപ്പനിക പ്രവണതകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ സാർവത്രികമായപ്പോൾ, സ്കൂളുകൾ ആരംഭിച്ചപ്പോൾ നമ്മൾ ആ സ്കൂളുകളിലേക്കുള്ള പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ചെറു കഥകൾ എഴുതാൻ വന്നു. അതിനു മുമ്പ് ശാസനങ്ങളിലൂടെയും അതുപോലെ തന്നെ ഭാഷാകൗടില്യം, ബ്രഹ്മാണ്ഡപുരാണം തുടങ്ങിയ ഗദ്യകൃതികളിലൂടെയുമുള്ള പ്രാചീന മലയാള ഗദ്യം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രാചീന മലയാള ഗദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നവീന പുതിയ രീതിയിലുള്ള നല്ല മലയാളത്തിലുള്ള ഗദ്യ മാതൃകകൾ എഴുതുവാനായിട്ട് കേരളവർമ്മ വലിയ കൊയ്ത്തുമ്പുരാൻ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുത്തിരുന്നു. അക്ബർ എന്ന നോവൽ വിവർത്തനം ചെയ്യാൻ തയ്യാറായ ആളാണ് കേരളവർമ്മ വലിയ കൊയ്ത്തുമ്പുരാൻ എന്നുള്ളതും കൂടെ ഓർക്കണം. അപ്പോൾ AR എഴുതുന്ന മലയവിലാസം എന്ന് പറഞ്ഞൊരു കാവ്യമുണ്ട്. അതാണ് കാൽപ്പനിക പ്രവണത പുലർത്തുന്ന ആദ്യത്തെ കാവ്യമായിട്ട് കരുതപ്പെടുന്നത്. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനിക കാവ്യം എന്ന പേര് അതിനല്ല. അത് ആശാൻ്റെ വീണപൂവിനാണ്. 1907 പ്രസിദ്ധീകരിക്കുന്ന ആശാൻ്റെ വീണപൂവിനാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ഇവരുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത്. അത് ആശാൻ്റെ കവിത പഠിക്കാൻ വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആശാൻ്റെ ഒരു കവിതയുടെ ഭാഗം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ എങ്കിലും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉള്ളൂരിനെയും വള്ളത്തോളിനെയും മറ്റ് കവികളെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെ കവിത പഠിക്കാൻ വരുമ്പോൾ ചങ്ങമ്പുഴയുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റ് കവികളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പി കുഞ്ഞിരാമൻ നായനാരാകട്ടെ, അതുപോലെ തന്നെ ഇടപ്പള്ളി രാഘവൻ പിള്ളയാകട്ടെ, വൈലോപ്പള്ളി ശ്രീധരമേനോനാകട്ടെ, ഇവരുടെ എല്ലാം കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടത്തിലും സ്വാതന്ത്ര്യത്തിന് ശേഷവും കവിത എഴുതിയ ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം കവിത എഴുതിയവരിൽ, തുടർന്നും കവിതകൾ എഴുതിയവരിൽ പ്രമുഖരാണ് വയലാറിനെയും ONV പോലെയുള്ള
പിന്നെ കവികൾ. അപ്പോൾ അത്തരത്തിലുള്ള കവികൾ വീണ്ടും വീണ്ടും മനുഷ്യ മനസ്സിനെ ത്രസിപ്പിക്കുന്നതും വികാരോജ്വലമായിട്ടുള്ളതും ഭാവോജ്വലവും എന്നാൽ അതേസമയം ആശയസമ്പുഷ്ടവുമായിട്ടുള്ള രചനകൾ കൊണ്ട് ധന്യമാക്കിയതാണ്. പിൽക്കാലത്ത് നാടക രംഗത്തിൻ്റെ വികാസമുണ്ടായിരുന്നു, നാടകരംഗത്തിൻ്റെ പരിണാമമായിട്ടുള്ള സിനിമ വരുന്നു. ആ കാലഘട്ടത്തിലും അവർ കവിത എഴുതിയിരുന്നു. അപ്പോൾ പല കാലഘട്ടങ്ങളിലായിട്ട് തുടർച്ചയായിട്ട് ജീവിച്ചിരുന്ന ഒരു കവിപ്രതിഭകളാണ് അവരെല്ലാം. കമ്മ്യൂണിസ്റ്റ് കവിത്രയങ്ങളെന്നാണ് നമ്മുടെ പി ഭാസ്കരനെയും ONV വയലാറിനെയും ചിലർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും അത് ഒരു വിപ്ലവത്തിൻ്റേതായ ഒരു കാലഘട്ടം ആയിരുന്നു KPSCയുടെ രൂപീകരണം. അപ്പോൾ അങ്ങനെ ഒരു നാടക സംഘത്തിൽ ആ നാടകത്തിന് വേണ്ടി ഗാനങ്ങൾ രചിക്കപ്പെട്ടിരുന്നു. അതൊരു സംസ്കാരമായിട്ട് സമൂഹത്തിൻ്റെ സ്പന്ദനമായിട്ട് മാറിയ ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതിയതോടുകൂടി അപ്പുനിലങ്ങാടിയുടെ കുന്തലത അപ്രസക്തമാവുകയും ലക്ഷണമൊത്ത നോവലായി അംഗീകരിക്കപ്പെടുകയും ആ മാതൃകയിലുള്ള രചനകൾ ഉണ്ടാവുകയും ചെയ്തു. ദ്വിതീയാക്ഷരപ്രാസവാദം എന്ന് പറയുന്ന ആ ഒരു സാഹിത്യരംഗത്തെ ഒരു പ്രതിഭാസം മലയാളത്തിൽ ഉടലെടുത്തപ്പോൾ പ്രാസം വേണമെന്ന് വാദിക്കുന്നവർ ഒരു പക്ഷത്തും പ്രാസം വേണ്ട എന്ന് വാദിക്കുന്നവർ മറുപക്ഷത്തും, വേണമെന്ന് വാദിക്കുന്നവരുടെ നായകനായി കേരളോർ വലിയ കൈത്തമ്പുരാനും വേണ്ട എന്ന് വാദിക്കുന്നവരുടെ അർത്ഥപക്ഷവാദിയായിട്ട് വാദികളുടെ ആളായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ശേഷകാരനായ AR നിന്നുകൊണ്ടുള്ള ആ ഒരു കാലഘട്ടം. അതിനുശേഷം പിന്നീട് കവികളെല്ലാം മത്സരിച്ച് രചനകൾ നടത്തി. അതോടുകൂടിയാണ് മലയാള കവിതയുടെ ഒരു സുവർണ്ണ യുഗം ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റോരാലസൽ ഗ്രാമഭംഗി എന്നിങ്ങനെ പിന്നെ ചൊല്ലിക്കൊണ്ട് രമണനിലൂടെ മലയാളികളുടെ ഹൃദയങ്ങളിൽ ചേക്കേറിയ ചങ്ങമ്പുഴ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തുടർന്നുണ്ടായ മറ്റ് കവികൾ, അതുപോലെ തന്നെ വൈലോപ്പിള്ളി, G. ശങ്കരക്കുറുപ്പ്, ഇവരുടെ എല്ലാം കവിതകൾക്ക് അതിൻ്റേതായ പ്രത്യേകതകളും മാനങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം ആ കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യന് വേണ്ടി എഴുതപ്പെട്ട എന്നാൽ ഭാവാത്മക കവിതകളുടെ വക്താവായി മിസ്റ്റിക് കവിയായിട്ടാണ് G. ശങ്കരക്കുറുപ്പിനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അവരെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ വക്താക്കളായി തീരുമ്പോഴും, റൊമാൻറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ആയാലും മിസ്റ്റിക് പ്രസ്ഥാനത്തിൻ്റെ ആയാലും ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി തീരുമ്പോഴും അവർ എല്ലാ തരത്തിൽപ്പെട്ട രചനകൾ നടത്തിയിട്ടുണ്ടെന്ന് കാണാം. അങ്ങനെ ബഹുമുഖ പ്രതിഭകളായിരുന്നു നമ്മുടെ പിന്നെ റൊമാൻറ്റിക് കാലഘട്ടത്തിന് ശേഷവും ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന കവികളെല്ലാം തന്നെ. ആധുനിക കാലമായപ്പോഴേക്കും ഉത്തരാധുനിക പ്രവണത പ്രകടിപ്പിക്കുന്ന കവിതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കാലത്തായാലും അയ്യപ്പ പണിക്കരുടെ കാലഘട്ടത്തായാലും പിന്നീട് അങ്ങോട്ട് കവയത്രിമാരും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ബാലാമണി അമ്മയായാലും ചോദകുമാരി ആയാലും ഈ ഒരു സരണിയിൽ പലരും ആധുനിക കാലത്ത് റോസ്മേരിയും ലളിതാലനും ഉൾപ്പെടെയുള്ള പലരെയും നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. പിന്നെ യുവതലമുറയിൽപ്പെട്ട പലരും ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പലരും പ്രശസ്തരായിക്കൊണ്ടിരിക്കുന്നു. ആര്യാമ്പിക ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ അംഗീകരിക്കപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കാവ്യലോകം വളരെ വിശാലമായ ഒരു ക്യാൻവാസിലേക്ക് വളർന്നിരിക്കുകയാണ്. P. രാമചന്ദ്രൻ, അതുപോലെ റഫീഖ് അഹമ്മദ്, പ്രഭാവർമ്മ, ശരത്ചന്ദ്രലാൽ, ഇങ്ങനെ തുടങ്ങി മഞ്ജു വെള്ളാണി തുടങ്ങി ഒത്തിരി ആൾക്കാർ പിന്നെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ യുവതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളായിട്ടുള്ളവരുമൊക്കെ കവിതകൾ എഴുതി സ്വന്തം കൃതികൾ പ്രസിദ്ധീകരിച്ച് പ്രസിദ്ധരായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ കാവ്യ സബരിയുടെ കാവ്യ ലോകത്തിൻ്റെ പരിണാമത്തിൻ്റെ വർത്തമാനകാലം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് വേണം നമുക്ക് പഠിക്കുവാനുള്ള കവിതകളിലൂടെ സഞ്ചരിക്കുവാൻ. അടുത്ത ക്ലാസ്സിലാകും.